ഹലോ ഫ്രണ്ട്സ്, സോ കുറേ ക്വറി വരുന്നതുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് റിഗാർഡിംഗ് 100 days to cat. ആക്ച്വലി ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് 99 days to cat ആണുള്ളത്. അപ്പം എനിക്ക് വരുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ ഞാൻ ശരിക്കും ക്യാറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ ഇതുവരെ എനിക്ക് കാര്യമായിട്ട് പ്രിപ്പയർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഞാൻ സീരിയസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും എൻ്റെ അടുത്ത് ഇത് ഒരു 3-4 മാസമായി പറയാൻ തുടങ്ങിയിട്ട്, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്ത് തുടങ്ങിയാൽ മതിയോ. 2 മാസം മുന്നേ അതേ ആള് തന്നെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, മടി പിടിച്ചിരുന്നു, ഇനി ചെയ്താൽ മതിയോ. ഇതിങ്ങനെ പിന്നോട്ട് വെച്ചിട്ട് നിങ്ങൾ ക്യാറ്റിന്റെ 30 ദിവസം അല്ലെങ്കിൽ 20 ദിവസം ബാക്കിയുള്ളപ്പം ഇനി പഠിച്ചാൽ മതിയോ എന്നുള്ള ചോദ്യം ചോദിക്കാൻ ഇടവരുത്തരുത്. ഇപ്പോൾ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ യു ആർ ഹാവിംഗ് ഗുഡ് മോർ ദാൻ 3 months. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന സിലബസ് ഒരു നല്ലൊരു ഭൂരിഭാഗം ക്ലിയർ ചെയ്യാനും അത്യാവശ്യം ഗുഡ് നമ്പർ ഓഫ് മോക്സ്, അതായത് ഇനിയുള്ള സമയത്ത് ഒരു 10-20 മോക്കെങ്കിലും 20-25 മോക്കെങ്കിലും എടുത്ത് വൃത്തിക്ക് അനലൈസ് ചെയ്തുകൊണ്ട് മോക്ക് എടുക്കാൻ. ഇപ്പൊ ഡെയിലി വേണമെങ്കിൽ അടുത്ത 90-99 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 90 മോക്സ് ഒക്കെ എടുക്കാം. പക്ഷെ അതിലല്ല കാര്യമുള്ളത്. നിങ്ങൾ വൃത്തിക്ക് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് വെറുതെ ഹാർഡ് വർക്ക് ചെയ്യാതെ സ്മാർട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഒരു 25 മോക്സ് എടുത്ത് അത് വൃത്തിക്ക് അനലൈസ് ചെയ്ത് നിങ്ങളുടെ വീക്ക്നെസ്സസ് മനസ്സിലാക്കി ആ വീക്ക്നെസ് ഉള്ള ഏരിയയിൽ നിങ്ങൾ കൂടുതലായിട്ട് സെക്ഷണൽ ടെസ്റ്റും ടോപ്പിക് വൈസ് ടെസ്റ്റും എടുത്ത് ആ വീക്ക്നെസ് ഉള്ള ടോപ്പിക്സ് മാത്രം പോയി റിവൈസ് ചെയ്ത് ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു സ്റ്റിൽ ഹാവ് ടൈം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച ആൾക്കാർ ഉൾപ്പെടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് 4 മാസം മുന്നേ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ മതി. അന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ മതി. ബിക്കോസ് ഞാൻ ഉൾപ്പെടെ ജൂലൈയിലാണ് പഠിച്ചു തുടങ്ങിയത് ക്യാറ്റിന്, ജൂൺ-ജൂലൈ ആയ സമയത്ത്. എന്നിട്ട് ഒരു ഗുഡ് ഇനഫ് പ്രിപ്പറേഷൻ എനിക്ക് കൊടുക്കാൻ പറ്റി, നല്ലോണം ക്രാക്ക് ചെയ്യാനും പറ്റി ക്യാറ്റ്. അപ്പം എന്നിട്ട് അന്ന് ഇത് ചെയ്യാതെ ഇപ്പോഴും ഇതേപോലെ ഇനി തുടങ്ങിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർ മനസ്സിലാക്കുക, ഇനി തുടങ്ങിയാൽ മതി. പക്ഷേ there is some problem with your mentality, so change that mentality and start putting in the effort, serious efforts. ഏപ്രിലും മെയിലും നമ്മുടെ ബാച്ച് തുടങ്ങിയ സമയത്ത് ഞാൻ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഡെയിലി പ്രിപ്പയർ ചെയ്താൽ മതി. ബിക്കോസ് നിങ്ങൾ ഒരുപാട് വെറുതെ എഫേർട്ട് ഇട്ട് അതിന്റെ റിസൾട്ട് കാണുന്നില്ലെങ്കിൽ വെറുതെ ടെൻഷൻ അടിച്ച് ഈ പ്രിപ്പറേഷനെ നിർത്തി പോകുമെന്ന് പറഞ്ഞു. സ്ലോലി നിങ്ങളൊരു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ, ദാറ്റ് ഈസ് ഇപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ടൈം കൂട്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൗ ഈസ് ദ ടൈം. ഇതുവരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നൗ ഇസ് ടൈം ടു അപ്പ് യുവർ ഗെയിം. സോ ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്തവർക്ക് എൻ്റെ റിക്വസ്റ്റ്, എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ കട്ട് ഓഫ് ചെയ്തിട്ട് ഇനിയുള്ള ഒരു 3 മാസമേ ഉള്ളൂ. നിങ്ങൾ ഈ 3 മാസം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ചെറുതായിട്ട് കാണരുത്. കാരണം നിങ്ങളിപ്പം ഒരു ബിടെക്കോ അല്ലെങ്കിൽ ബി എയോ അല്ലെങ്കിൽ BSc എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ നാട്ടിൽ ഒരു 4 lakh 5 lakhs പോലുള്ള ഒരു ജോബ് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു 2 years കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജമ്പ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ടു 20-25 30-35 LPA വരെ നല്ല ബി സ്കൂൾസിൽ കിട്ടുന്നുണ്ട്. സോ അത്രയും വലിയൊരു പൈസയിലുള്ള അപ്ഗ്രേഡ് മാത്രമല്ല, അത്രയും വലിയൊരു എക്സ്പോഷർ ബെസ്റ്റ് ബ്രെയിൻസ് ഓഫ് കൺട്രിയുമായിട്ട് പഠിക്കാൻ പറ്റുക ബെസ്റ്റ് കമ്പനീസിൽ. ഇപ്പം തന്നെ ഞാനിപ്പം മുംബൈയിലാണുള്ളത്. അപ്പം ഞാൻ സ്റ്റേ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് ഈ കഴിഞ്ഞ വർഷം IIM ഇൻഡോറിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് ക്യാപ്ജെമിനി എലൈറ്റിൽ വർക്ക് ചെയ്യാണ്. സോ ഹി വാസ് ടെല്ലിങ്, ഈ ബിടെക് കഴിഞ്ഞിട്ട് ക്യാപ്ജെമിനിയിൽ തന്നെ ജോയിൻ ചെയ്ത അവൻ്റെ ജൂനിയർ എംപ്ലോയീസിന് 9 ലെവൽ കയറിയാൽ മാത്രമേ ഇപ്പോൾ എൻ്റെ ഈ ഫ്രണ്ടുള്ള ലെവലിൽ എത്തുള്ളൂ. ആൻഡ് ഹീസ് എ ഫ്രഷർ, ഹീസ് ജസ്റ്റ് അറൌണ്ട് 23-24 years old. അപ്പം അത്രയും വലിയൊരു അപ്ഗ്രേഡ് കിട്ടുന്ന ഒരു സാധനത്തിന് നിങ്ങൾക്ക് ഇനി എഫേർട്ട് ഇടാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ശ്രമം അങ്ങ് ഉപേക്ഷിച്ചേക്കുക. ഇഫ് യു ആർ റെഡി ഫോർ ദി ഗ്രൈൻഡ്, ദെൻ എല്ലാം ഉപേക്ഷിച്ച് എല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് പ്രയോറിറ്റി കൊടുത്ത് നാട്ടിൽ നടക്കുന്ന കല്യാണങ്ങളും സോഷ്യൽ മീഡിയയും റീലും മറ്റതും അതിനൊക്കെ കുറച്ചൊന്ന് ഒരു ശമനം കൊടുത്തിട്ട് നിങ്ങൾ ഈ പ്രിപ്പറേഷൻസിലോട്ട് ഫുൾ ഫോക്കസ് ചെയ്യേണ്ട ടൈമാണ്. ദാറ്റ്സ് 100 days to cat. എൻ്റെ ഒരു വിനീതമായ ഒരു റിക്വസ്റ്റ് ആണ്. രണ്ടാമത് എനിക്ക് നിങ്ങളോട് എല്ലായിടത്തും പറയാനുള്ളത്, മോക്ക് ലെവലപ്പ് ചെയ്യേണ്ട ടൈമായി. കാരണം ഇനി ഉള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 90 days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീക്ക്ലി 2 മോക്ക് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു 10-25 നല്ല മോക്സ് എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വീക്ക്ലി 2 ഫുൾ ലെങ്ത് മോക്ക് എടുത്തിട്ട് ഇത് അനലൈസ് ചെയ്യണം. വെറുതെ മോക്ക് എടുത്താൽ പോരാ, മോക്ക് എടുക്കുകയും അത് വൃത്തിക്ക് അനലൈസ് ചെയ്യുകയും അതിൽ നിന്ന് നിങ്ങളുടെ വീക്ക്നെസ് മനസ്സിലാക്കുകയും. ഇപ്പോൾ VRCയിലാണെങ്കിൽ ഇനി സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യേണ്ട ടൈമാണ്. ഇതുവരെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ കൂടുതൽ കോൺസെപ്റ്റ് പഠിച്ചോ. ക്വാണ്ടിറ്റേറ്റീവിൽ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ 10 minutes എടുത്ത് ചെയ്തോ, കുഴപ്പമില്ല. യു ആർ ലേണിംഗ് ദി കോൺസെപ്റ്റ്സ്. നൗ യു ഡോണ്ട് ഹാവ് ദാറ്റ് ലിബർട്ടി. ഇതുവരെ നിങ്ങൾ അത് പഠിച്ച ആൾക്കാരാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഈ പറയുന്ന കൂടുതൽ മോക്കുകളും ടെസ്റ്റുകളും ടൈമർ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇനി അതല്ല, നിങ്ങൾ ഇതുവരെ തുടങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലിബർട്ടി ഇല്ല. ഐ വിൽ ബി ബ്രൂട്ടലി ഓണസ്റ്റ് അബൌട്ട് ദാറ്റ്. ഞാൻ വെറുതെ പൈസ വാങ്ങി കണ്ട ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഇതാ ഇന്ന കോഴ്സിൽ കയറി കഴിഞ്ഞാൽ ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ ക്യാറ്റ് 2 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല.
നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ പറ്റുള്ളൂ. കാരണം ഇനി നിങ്ങൾക്ക് ഒരുപാട് കോൺസെപ്റ്റ്സ് പഠിച്ച് ഫൗണ്ടേഷനിൽ ബിൽഡ് ചെയ്യാനുള്ള ടൈമില്ല. സോ യു ഷുഡ് വർക്ക് ഓൺ യുവർ സ്ട്രെങ്സ് ആൻഡ് ഈ പറയുന്ന മോക്സ് കൂടുതലായിട്ട് എടുത്തുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഡെയിലി ഒരു 2-3-4 DLR സെറ്റ്സ് എങ്കിലും ചെയ്യുക. ഒരുപാട് യൂട്യൂബിൽ DLR സെറ്റ്സ് സോൾഡ് പ്ലേലിസ്റ്റ് ഉണ്ട്. കാരണം DLRൽ മോർ ദി നമ്പർ ഓഫ് സെറ്റ്സ് യു ഗെറ്റ് ഫെമിലിയറൈസ് വിത്ത് മോർ ദി ചാൻസ് ഓഫ് യു ക്രാക്കിംഗ് ഇറ്റ്. VARCയിലാണെന്നുണ്ടെങ്കിൽ VA ആണോ RC ആണോ ആദ്യം ചെയ്യുന്നത്. നിങ്ങൾ ഒരു VA വായിക്കാൻ എത്ര ടൈം എടുക്കുന്നു, ഒരു RC വായിക്കാൻ എത്ര ടൈം എടുക്കുന്നുണ്ട്, ആ ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വൃത്തിക്ക് മനസ്സിലാവുന്നുണ്ടോ, അതോ പിന്നെയും പോയിട്ട് വരുന്നുണ്ടോ, ദെർ ഈസ് സംതിങ് റോങ് ദർ. നിങ്ങൾ ഹൈ അറ്റംപ്റ്റ് ലോ ആക്യുറസി ആണോ, ലോ അറ്റംപ്റ്റ് മീഡിയം അറ്റംപ്റ്റ് മീഡിയം ആക്യുറസിയിലാണോ PRC അറ്റംപ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഫിക്സ് ചെയ്യുക. ക്വാണ്ടിറ്റേറ്റീവിലാണെങ്കിൽ തന്നെ നിങ്ങളുടെ സ്ട്രെങ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിൽ ഫോക്കസ് ചെയ്യുക. വീക്ക്നെസ് ഏതാണെന്ന് നോക്കി അത് ഒഴിവാക്കുക എന്നുള്ളതല്ല. വീക്ക്നെസ് ഇപ്പോൾ ഒരു ടോപ്പിക്ക് ജോമെട്രി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അതും നിങ്ങൾ പഠിക്കണം. പക്ഷേ അതിന്റെ ഈസി ക്വസ്റ്റ്യൻസ് എങ്കിലും ക്രാക്ക് ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കണം. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, 22 ക്വസ്റ്റ്യൻസ് ഉള്ള ക്വാണ്ടിൽ നിങ്ങൾ ജോമെട്രി ഒഴിവാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് ശരിക്കും 22 ക്വസ്റ്റ്യൻസിനല്ല, 18 ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അതിന്റെ കൂടെ ഓൾജിബ്രയും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കാറ്റ് എന്ന് പറയുന്നത് 22 ക്വസ്റ്റ്യൻ അല്ല, അത് 16 ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദിസ് വിൽ ബി എ ഹ്യൂജ് ഹിറ്റ്. കാരണം ഈസി ക്വസ്റ്റ്യൻസ് ഉദാഹരണം നിങ്ങൾ ജോമെട്രി ഒഴിവാക്കി ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻസ് 4 എണ്ണം ജോമെട്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെയുള്ള കാറ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും അത് ക്രാക്ക് ചെയ്യും, നിങ്ങൾക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ എപ്പോഴും പറയുന്ന ഒന്നുകൂടെ റീഐറ്ററേറ്റ് ചെയ്യാണ്, ഫുൾ നെഗറ്റീവ് മാത്രം പറയല്ല. ഓൾ ഐ വോണ്ട് ടു ടെൽ യു ഇസ് ലൈക്ക് കാറ്റ് ഈസ് എ ലോ സ്കോറിംഗ് എക്സാമിനേഷൻ. എപ്പോഴും ഇപ്പോൾ ക്വാണ്ടിലൊക്കെ കഴിഞ്ഞ വർഷം ഓവറോൾ ലൈക്ക് 40 മാർക്സ് 38-40 മാർക്സ് വാങ്ങിക്കഴിഞ്ഞാൽ 90% കിട്ടുന്നുണ്ടായിരുന്നു. 90% ഒരു അടിപൊളി പ്രൊഫൈൽ ഉള്ള ഒരാൾക്ക് 90% ഒരു BBA കോൾ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇഫ് യു ആർ ബിലോങ്ങിങ് ടു ദി റിസർച്ച് കാറ്റഗറി ആൻഡ് ഇഫ് യു ആർ ഹാവിംഗ് സേ നോൺ എഞ്ചിനീയേഴ്സ് ആണ്, അക്കാഡമിക് ഡൈവേഴ്സിറ്റി ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് അധികം പ്രിവിലേജസ് ഉണ്ട്. ഇനി IIMs അല്ലാതെ ഇപ്പോൾ IIT ധൻബാദ് പോലെയുള്ള ബി സ്കൂൾസ് ഒക്കെ ശരിക്കും ഒരു 80% തന്നെ ഒരു IIT ബ്രാൻഡ് നിങ്ങൾക്ക് കിട്ടും. NITs ഒരു അതും 80% കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും യു ക്യാൻ ലാൻഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ബി സ്കൂൾ, യു ക്യാൻ സെക്യൂർ യുവർ കരിയർ. വളരെ നല്ലൊരു ഭാവി നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും ഇപ്പോൾ തുടങ്ങിയാലും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, കാറ്റിൽ 40 മാർക്ക് 198 വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്ലി ലൈക്ക് 12 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ പോലും നിങ്ങൾക്ക് ആ 90% കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റാത്ത അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലാണ്ട് അതിന് യു വിൽ ഹാവ് ടു പുട്ട് ഇൻ യുവർ എഫേർട്സ്. ആകെ 40 മാർക്ക് വാങ്ങിയാൽ മതി 198, അതുകൊണ്ട് ഞാൻ കാറ്റിന്റെ തലേന്ന് നോക്കാം എന്നുള്ളൊരു മെന്റാലിറ്റി വെച്ചിട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ എങ്ങനെ ഇപ്പോൾ 22 ക്വസ്റ്റ്യൻസ് ഉള്ള ക്വാണ്ടിന്ന് ഏത് 6 ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ DLRൽ 4 സെറ്റ്സ് ഉള്ളതിൽ ഏത് സെറ്റ് 1-2 സെറ്റ് ഞാൻ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ VARCയിലാണെന്നുണ്ടെങ്കിൽ ഏത് RC സെറ്റ്സ് ഞാൻ ആദ്യം ചെയ്യും, ഞാൻ VA ചെയ്യുന്നുണ്ടോ ഇല്ലേ, ഇതെല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇനിയുള്ള ടൈമിൽ മോക്ക് എടുത്തുകൊണ്ട് പ്രാക്ടീസ് ടെസ്റ്റ് എടുത്തുകൊണ്ട് ടൈമർ വെച്ചുകൊണ്ടുള്ള ഒരു പ്രാക്ടീസ് മതി. പിന്നെ ദയവ് ചെയ്ത് ഈ പറയുന്ന കണ്ട ഇൻഫ്ലുവൻസേഴ്സ് ഇടുന്ന ഇത്തവണ IIM കൽക്കട്ടയാണ് പേപ്പർ സെറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇന്ന മാഡമാണ് ഇത്തവണത്തെ കാറ്റിന്റെ കൗൺസിൽ ചെയർ, അതുകൊണ്ട് ഇത്തവണ ഇംഗ്ലീഷിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും വലുതാന്ന് പറഞ്ഞത് കേട്ട് പോവാതിരിക്കുക. എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് പിന്നെയും അങ്ങനത്തെ സാധനത്തിന്റെ പുറകെ ആൾക്കാർ പോകുന്നതെന്നുള്ളത്. കാരണം ആക്ച്വലി കാറ്റിന്റെ സാധനം ഈ പറയുന്ന പേപ്പറുകൾ റാൻഡം ആണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ എടുത്തു നോക്കുക, ഇൻഫ്ലുവൻസേഴ്സ് പല ആൾക്കാരും 100 കണക്കിന് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആളാണ് പേപ്പർ സെറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ ആയിരിക്കും വരിക, ഇന്ന ടോപ്പിക്കിൽ നിന്ന് വരും. വന്ന കാറ്റ് കംപ്ലീറ്റ്ലി എല്ലാവരും സർപ്രൈസ് ചെയ്ത് കളഞ്ഞു. കാരണം വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് കാറ്റ് ആയിരുന്നു. ഡിഫിക്കൽട്ടി ആയതുകൊണ്ട് മോശമാണെന്നല്ല, ബിക്കോസ് കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിരിക്കും. ബട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേസ് ലൈക്ക് ഇൻഫ്ലുവൻസേഴ്സ് പലതും അവരുടെ കോഴ്സ് വിൽക്കാനും അവരുടെ കണ്ടന്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയും പലതും പറയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ എല്ലാ ടോപ്പിക്സും പഠിക്കുക, എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് കൊടുക്കുക എന്നാണ് പറയില്ല. പക്ഷെ നിങ്ങളുടെ സ്ട്രെങ്സിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക, നിങ്ങളുടെ വീക്ക്നെസ്സും പഠിച്ചു വെച്ചിട്ട് പോവുക എന്നുള്ളൊരു അഡ്വൈസ് ആണ് എനിക്കിപ്പോൾ തരാനുള്ളത്. സോ ഓൾമോസ്റ്റ് 99 ഡേയ്സ് ഉണ്ട്. വർക്ക് ഹാർഡ്. നിങ്ങൾക്ക് റിസോഴ്സസ് എല്ലാം ഇപ്പം വേറെ എവിടെ നിന്നും അവൈലബിൾ അല്ലെങ്കിൽ ഇനി പുതുതായിട്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. OpenDAT.in പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് www.opendat.in ഫ്രീ ആയിട്ട് പോയി കഴിഞ്ഞാൽ CAT, SAT ആൻഡ് അതർ MBA എൻട്രൻസസ് എന്ന് പറയുന്ന കോഴ്സിൽ എൻറോൾ ചെയ്യുക. ഫ്രീ ആണ്, വീഡിയോസ് മൊത്തം കിട്ടും. ഇനി കാറ്റ് മോക്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന വേറൊരു കോഴ്സ് അതേ വെബ്സൈറ്റിലുണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും ക്വസ്റ്റ്യൻസും എല്ലാം കിട്ടുന്നുണ്ടാവും. സോ അത് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു എവരിവൺ. ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. വർക്കുമായിട്ട് ബിസി ആയിട്ടാണ് എനിക്ക് അധികം ചെയ്യാൻ പറ്റാത്തത്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദി കാറ്റ് എൻട്രൻസ് എക്സാമിനേഷൻസ്. ആൻഡ് കാറ്റിന് ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് മിനിറ്റ് വരെ വെച്ചുകൊണ്ടിരിക്കരുത്. മിസ്റ്റേക്സ് ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. കറക്റ്റ് കാറ്റഗറിയിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ ബാക്കിയുള്ള കാറ്റ് അല്ലാത്ത സാറ്റ് പല എൻട്രൻസസിന്റെ കാര്യം ഞാൻ വരും വീഡിയോസിൽ പറയുന്നതാണ്. സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് ദി വീഡിയോ. ബൈ.